നമ്മൾ പാരീസിലുള്ള മ്യൂസിയം ദ ഓർസായി മ്യൂസിയം കാണാൻ പോവാണ്. ലൂവർ മ്യൂസിയത്തിന് ശേഷം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മ്യൂസിയമാണിത്. ഇത് എൻട്രി ഫീസ് ഉണ്ട്. നമ്മൾ വളരെ നേരത്തെ രാവിലെ 10 മണിയായപ്പോഴാണ് വന്നത്. അതുകൊണ്ട് വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. വലിയ തിരക്കില്ലാതെ നമുക്ക് അകത്ത് കയറാൻ കഴിഞ്ഞു. ഇൻഫർമേഷൻ കൗണ്ടറിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇവിടെ എന്തൊക്കെയാണ് ഫേമസ് ഉള്ളത്, ഇത് 5 ഫ്ലോറിലായിട്ടാണുള്ളത്, എന്തൊക്കെയാണ് മെയിൻ അട്രാക്ഷൻ എന്നുള്ളതൊക്കെ. ഈ ഒരു ക്ലോക്ക് ഭയങ്കര ഫേമസ് ആണ്. ഇത് പണ്ട് റെയിൽവേ സ്റ്റേഷനായിരുന്നു, പിന്നീട് ഇത് മ്യൂസിയം ആയിട്ട് മാറ്റിയതാണ്. ഇവിടെ ടൂർ ഗൈഡ് ഉണ്ട്, അല്ലെങ്കിൽ ഓഡിയോ ഗൈഡും നമുക്ക് അഡീഷണൽ പേ ചെയ്താൽ ഇവിടുന്ന് കിട്ടും. ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറാണിത്. ഇവിടുന്ന് ഒരു ഫുൾ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഇതിനകത്ത് തന്നെ ഒത്തിരി റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. പിന്നെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്കൊരു ഫുൾ ഡേ വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. അത്രയും കാണാനുള്ളതുണ്ട് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണുകയാണെങ്കിൽ. പിന്നെ ഈ മ്യൂസിയത്തെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പണ്ടത്തെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ മിനിയേച്ചറാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതായിരുന്നു എൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ് ഇപ്പോൾ ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ക്ലോക്ക് ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ പാരീസിൻ്റെ ഒരു ബെസ്റ്റ് വ്യൂ കിട്ടും. പിന്നെ അടിപൊളി ഫോട്ടോയും കിട്ടും. വെളിയിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇതിനകത്ത് 2-3 റെസ്റ്റോറൻറ്റുകളുണ്ട്. അതിൽ ഇത് ഭയങ്കര ഫേമസ് ആണ്. നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളൊരു അടിപൊളി റെസ്റ്റോറൻ്റാണിത്. റെസ്റ്റോറൻറ്റ് സൈഡിൽ തന്നെയാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ പെയിൻറ്റിങ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 11 o'clock ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കായി. പിന്നെ ഈ ഒരു സ്റ്റാച്യൂയും ഈ മ്യൂസിയത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ ഇറങ്ങുന്ന സ്ഥലത്ത് ഇതുപോലെ നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബുക്കുകളും കാര്യങ്ങളും മിനിയേച്ചറുകളൊക്കെ നമുക്കിത് വാങ്ങിച്ചിട്ട് ഇറങ്ങാം. ഇതിൻ്റെ ബാക്ക് സൈഡ് നേരെ പോകുന്നത് നമ്മുടെ സീൻ റിവറിൻ്റെ ആ ഒരു വ്യൂവിലൊക്കെ പോകുന്നത്. അതിൻ്റെ എക്സിറ്റ് അതാണ്.